ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് ഞാനാണ് ധന്യ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിക്കാൻ പോവാണ്. ഞാൻ പോകുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ബേ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ ഇന്ന് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കൂടുതലും സിംഗപ്പൂരിലെ കാഴ്ചകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. ഓക്കെ, സീ യു ദേർ. ഇത് മൊത്തം സ്ഥലത്തിൻ്റെ ഒരു മാപ്പാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മഴ പെയ്ത ലക്ഷണമുണ്ട്. ഇനി പെയ്യാനും പോവാന്ന് തോന്നുന്നു. എന്താണെന്ന് നോക്കാം. എന്തായാലും ഞാൻ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. ഫ്ലവറുകളുടെ ഒരു മേള ഇവിടെ. എന്തൊക്കെയാണെന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പേരൊന്നും. കുറേയൊക്കെ ഇവർ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഭംഗിയാക്കാം. ഈ ചെടി ഉണ്ടല്ലോ, ഇത് നമ്മുടെ തോട്ടിൻ്റെയൊക്കെ സൈഡിൽ നിൽക്കുന്ന ചെടികളാണ്. അതിനെ ഇവരിവിടെ നല്ല ഭംഗിയാക്കി ഒരു കൂട്ടമായിട്ടൊക്കെ കിളിപ്പിച്ച് അങ്ങനെ വെച്ചേക്കുക. കാണാൻ നല്ല ഭംഗി. നമ്മുടെ തോട്ടിൻ്റെ സൈഡിലൊക്കെ നീക്കാൻ നല്ല ഭംഗി നമുക്ക് തോന്നാറുണ്ട്. അതാണ് സിംഗപ്പൂരുകാരുടെ ഓരോ പരിപാടികൾ. മെറീന ബേ സയൻസ് എന്ന് പറയുന്നൊരു ബിൽഡിംഗ് ആണിത്. ഇതിൻ്റെ ഫുൾ വ്യൂ ആയത് അടിപൊളിയല്ലേ കാണാൻ. ഇതിന് ഒരു ഷിപ്പിൻ്റെ ആകൃതിയിലാണ് മുകളിൽ നിൽക്കുന്നത്. 3 ബിൽഡിങ്ങിന് ഒരു ഷിപ്പ് കൊണ്ട് കണക്ട് ചെയ്ത് നിർത്തിയേക്കുക. പിന്നെ മുകൾവശം സ്വിമ്മിങ് പൂളാണ്. ഇനി മഴ പെയ്യുന്നതിന് മുമ്പ് അവിടെ പോയി കയറണം, ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. നല്ല ഭംഗിയില്ല. കുറേ സ്റ്റീലിൻ്റെ ബട്ടർഫ്ലൈസ് ഉണ്ട് ഈ വെള്ളത്തിനകത്ത്. കാണാൻ പറ്റുന്നുണ്ടോ? ഈ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബട്ടർഫ്ലൈകളാണ്. ഇത് ട്രീ ഹൗസസ് ആണ്. ഓരോ സ്ഥലത്തും ഓരോ ഇതാണ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ചൈനീസ് ഗാർഡൻ എന്ന് എഴുതി വെക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇവരുണ്ടാക്കിയേക്കുന്ന സാധനങ്ങളെല്ലാം ചൈനീസിൻ്റെ ഓരോ രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ്. കണ്ടാൽ തോന്നും കല്ലുകൊണ്ട് കല്ലിങ്ങനെ കുത്തിക്കിഴിച്ചുണ്ടാക്കിയാണ്. പക്ഷെ ഒന്നുമല്ല കേട്ടോ, ഇവരിതൊക്കെ ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ്. കണ്ടാൽ നമ്മൾ തോന്നും അയ്യോ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. കണ്ടോ, സിംഗപ്പൂരിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ടൂറിസം അല്ലേ. അപ്പോൾ അവരതിനു വേണ്ടി എന്ത് ചെയ്യും. ഇത് നമ്മുടെ തെച്ചി. പക്ഷേ ഈ തെച്ചിയുടെ ഇലയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. നാട്ടിലെ തെച്ചിയുടെ ഇല പോലെയല്ല. കണ്ടോ, വേറെ ഒരു സൈസ് ഇലയാണ്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് ഇന്ത്യൻ ഗാർഡനിലോട്ടാണ്. ഇന്ത്യൻ ഗാർഡനിൽ കയറുമ്പോൾ നടുക്ക് തന്നെ നമ്മുടെ ആല് പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ 2 ആനക്കുട്ടന്മാർ 2 സൈഡിലും ഇങ്ങനെ കാവൽ നിൽപ്പുണ്ട്. ആനക്കുട്ടന്മാരിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുക. പിന്നെ നമ്മുടെ ഒട്ടകം വിശ്രമിക്കുക. നമ്മുടെ ആല് പോലത്തെ സംഭവം. ഇന്ത്യൻ ഗാർഡൻ്റെ വഴി തീരുമ്പോൾ 2 സിംഹക്കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. നോക്കി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഈ ചെടികളെയൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട്
വെയിലുള്ള സമയത്താണല്ലേ നല്ല തണലല്ലേ ഇത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ടേ. പിന്നെ ഇവിടെ എത്തിയേ, ഇവിടെ ഇതുണ്ടോ സ്റ്റീല് കൊണ്ടുള്ള ഉറുമ്പ്. സ്റ്റീലാണോ ചെമ്പാണോ എന്നറിയില്ല കേട്ടോ, എന്തോ ഒരു സംഭവമാണ് ഉറുമ്പിനെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റൊക്കെ ഇപ്പോൾ എടുക്കുന്നത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അവർ ടൈം സ്ലോട്ട് വരും, ആ ടൈമിന് മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പോൾ വൈകുന്നേരം 3 മണിയുടെ ടൈമായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അത് 3 മണിയുടെ ടൈം കണ്ടോ, ഇത് തടിയിലുണ്ടാക്കി വയ്ക്കുന്ന ഒരു സംഭവമാണ്. ഒരു രാജാവെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് ഭംഗിയല്ലേ, ഇതൊക്കെ ഉണ്ടാക്കിയൊരു സമ്മതിക്കണം. ഇപ്പം ഇനി നമുക്ക് അകത്ത് കയറാം. ഇവിടെ ക്യൂ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അകത്ത് കയറിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. പിന്നെ ഇവിടെ എൻട്രി ചെയ്യണമെങ്കിൽ അവരുടെ സ്കാൻ ചെയ്യണം, അവരുടെ QR കോഡ്, പിന്നെ ചെക്കിങ് ചെക്കൗട്ടൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് കയറുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. പിന്നെ നമ്മൾ ഇതാണ് ഫ്ലവർ ഡോം. ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്കിതിൻ്റെ ഒരറ്റത്തൂന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാം തടി കൊണ്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് ഈ സക്കിലൈൻ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാം. ഇവിടെ മൊത്തം കള്ളിമുൾ ചെടികളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട്, പലതരത്തിലുള്ള കള്ളിമുൾ ചെടി. ഇതിനിടയിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്, ഒരു പൂണ് പൂച്ചയാന്ന് തോന്നുന്നത് കണ്ടിട്ട്. പലതരത്തിലുള്ള കള്ളിമുൾ ചെടികളാണ്. കുറേ എണ്ണത്തിൻ്റെ പേരൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇവർ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഉടുപ്പൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ടിട്ടുള്ളൊരു മുയലത്തിന്. ചകിരിച്ചോറകളാണ് ഇവരുണ്ടാക്കി വെക്കുന്നത്. പലതരത്തിലുള്ള കള്ളിമുൾ ചെടികൾ. ഇത് കുറ്റി കുറ്റി കള്ളിമുൾ ചെടിയാണ് കേട്ടോ. കളർഫുൾ. പിന്നെ ഹാരി പോട്ടറിനകത്തിലെ ആ പൂവൻ. ഇതൊരു കൂണുണ്ടാക്കി വെച്ചേക്കുവാണ്. ഇത് മൊത്തം തടിയാണ് കേട്ടോ, തടിയുടെ വേരുകളും കാണാൻ പറ്റുന്നില്ലേ. തടിയുടെ വേരുകളും കമ്പുകളും ഒക്കെയാണ്. അതിന് ഒരു കൂണിൻ്റെ ഷേപ്പാക്കി വെച്ചേക്കുക. എൻ്റെ ഒരു പുള്ളി ബക്കറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന സ്ഥലം ഇങ്ങനത്തെ കുറേ കൂണുകൾ ഒരു തടി കൊണ്ടുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ. എൻ്റെ ആദ്യത്തെ വീഡിയോയോ കേട്ടോ. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ എനിക്ക് എടുക്കാനൊരു എനർജി കിട്ടത്തുള്ളൂ. കറക്റ്റ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ അറിയില്ലല്ലോ എൻ്റെ വീഡിയോകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ ചെയ്യുന്നതൊക്കെ നന്നായി വരുന്നുണ്ടോ എന്നൊക്കെ. എന്താ ഇത് കണ്ടോ,
പടർന്ന് കിടക്കുന്ന. ഇതും ഒരു ടൈപ്പ് ഓഫ് കള്ളിമുൾ ചെടിയാണ്. ഇങ്ങനത്തെ കള്ളിമുൾ ചെടിയൊക്കെയാണ് നമ്മൾ പടത്തിലൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത്. ഇതാണ് നമ്മളൊക്കെ ചുറ്റുന്ന മുള്ളൊക്കെ ഉള്ള സൈസിലെ കള്ളിമുൾ ചെടി. അതിനെ ഒരു ഷേപ്പിലൊക്കെ ആക്കി നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടുള്ള സൈസാണ്. ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു അപ്പൂപ്പൻ കഴുതപ്പുറത്തിരിക്കുന്ന പോലെ സൈഡിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിൻ്റെയൊക്കെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലവർ ഡോം ഇതിൻ്റെ മൊത്തം ഗ്ലാസ്സാണ്. ഇത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഫ്ലവർ ഡോം എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഏകദേശം ഒരു 3 ഏക്കറോളം ഉണ്ട് ഈ സ്ഥലം. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇവരിതിനെ ഇതിനെ തൊടാതെയാണ് മൊത്തം ഈ ഗ്ലാസ് കൊണ്ട് ചെയ്തേക്കുന്നത്. ഇതാണെങ്കിൽ ഈ മഴയൊക്കെ പെയ്യുന്ന വെള്ളമില്ലേ, അതിവർ ഈ ഗ്ലാസ്സിൽ നിന്ന് വീഴുന്ന വെള്ളം അത് കളക്ട് ചെയ്തിട്ട് അത് തന്നെ ഇവിടെ മോയിസ്റ്റായിട്ട് ഈ ചെടികൾക്കുള്ള ഇതായിട്ടൊക്കെ വെള്ളമായിട്ട് അവർ എടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ബോൺസായി ട്രീകളാണ് ഇവിടെ മൊത്തം കേട്ടോ. നോക്കട്ടെ എത്ര വർഷം പ്രായമുള്ള ട്രീകളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ കണ്ടിട്ട് കുറേ പ്രായം തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഇത് ആരാണ് ഡൊണേറ്റ് ചെയ്തതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോൺസായിയുടെ ഒന്നും പേരില്ല, പക്ഷേ ഈ കള്ളിമുൾച്ചയുടെയൊക്കെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷെ അവനവരൊരു താങ്ങൊക്കെ കൊടുത്ത് നിർത്തിയേക്കുവാണ്. വേണമെങ്കിൽ വീഴാറായി പോയി കാണും. നിങ്ങൾക്ക് ഞാനൊരു കിടിലം വ്യൂ തരാമേ. ഇത് നമ്മുടെ ജൈൻഡയിലാണ്. നോക്കട്ടെ അതിൽ പോയിട്ട് നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെന്ന് പിന്നീട് ഒരിക്കൽ. ഇതുണ്ടോ, ഇത് തടി കൊണ്ടുള്ളൊരു ഇതാണ്. ഇതിന് നഖമൊക്കെ ഉണ്ട് കേട്ടോ.